ലഹരി മരുന്നുകളുടെ കനത്ത ഉപയോഗം കാരണം ഡി അഡിക്ഷൻ സെന്ററിലെത്തിയ 21കാരന്റെ കൗൺസിലിംഗ് സെഷൻ. കൗൺസിലിംഗിലൂടെ തെറാപ്പിസ്റ്റിന് മനസ്സിലായ ഒരു കാരണം, ലഹരി മരുന്നുകളോടുള്ള ആസക്തിയേക്കാൾ ഈ ചെറുപ്പക്കാരനെ ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷനിലേക്ക് നയിച്ചത് കൂട്ടുകാരോടൊന്നിച്ചുള്ള ആ എൻജോയ്മെന്റ് ആയിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും ഇതൊരു മുടന്തൻ ന്യായമോ തമാശയോ ആയിട്ടൊക്കെ തോന്നാം. പക്ഷേ ഒട്ടും സുഖകരമല്ലാത്തൊരവസ്ഥയുടെ മറ്റൊരു വശമാണ് ഇവിടെ തെളിയുന്നത്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരുപാട് പേരുടെ നടുക്കിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ സോൺ ഔട്ട് ആയി പോകും. ഒരുപാട് ചിരിച്ചിട്ടും കാര്യം പറഞ്ഞിട്ടും കൂട്ടത്തിൽ ചേരാത്ത പോലെ തോന്നും. സന്തോഷങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്ത് കൂട്ടത്തിനിടയിൽ കിടന്ന് അഭിനയിക്കേണ്ടി വരും. ചുറ്റുപാടും ഒരുപാട് മനുഷ്യരുണ്ടായിട്ടും ആരും ഒന്നും നമ്മുടേതല്ലാത്തൊരു തോന്നൽ. വീർപ്പുമുട്ടലുകളും സമ്മർദ്ദങ്ങളും ശ്വാസം മുട്ടലുകളും പ്രകടമാക്കാൻ ഒരിടമില്ലാതാവുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും ഇരുണ്ട നിസ്സഹായാവസ്ഥയാണ്. ഒറ്റയ്ക്കുള്ള കൂട്ട് ഇഷ്ടപ്പെടുക എന്നൊക്കെ കാവ്യാത്മകമായി പറഞ്ഞാലും സോളിറ്റ്യൂഡും ലോൺലിനെസ്സും എൻറ്റയർലി ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആണ്. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല ഒറ്റപ്പെട്ട് നിൽക്കാൻ നിർബന്ധിതരാവുന്നവരുടെ അവസ്ഥ. ലോകാരോഗ്യ സംഘടന പോലും ഇത് ശരിവച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ ശാരീരിക മാനസിക ആരോഗ്യ നിലകളെ തകർത്ത് മുഴുവനായി അവനെ കൊല്ലാൻ കെൽപ്പുള്ള ഒരു കൊലയാളിയായി തന്നെയാണ് WHO പഠന റിപ്പോർട്ടുകൾ ഏകാന്തതയെ വിവരിച്ചിരിക്കുന്നത്. 15 സിഗരറ്റ് ഒറ്റ ഇരുപ്പിന് വലിച്ചു തീർത്താൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഈ തമാശയാക്കി കളിക്കുന്ന ലോൺലെസ്സിന് കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് സയന്റിഫിക് പ്രൂഫുള്ള പഠന റിപ്പോർട്ടുകൾ. ഒബസിറ്റി, ഹാർട്ട് അറ്റാക്ക്, ഹൈ BP, PCOD, PCOS, ഡിമെൻഷ്യ, ക്രോണിക്കൽ സൈക്കോ ന്യൂറോ ഡിസോർഡേഴ്സ്, സൂയിസൈഡ് ഇങ്ങനെ ലോൺലെസ്സിന്റെ കോമൺ റിസൾട്ട്സ് ആയി മാറിയിരിക്കുകയാണ്. WHO റിപ്പോർട്ട് പ്രകാരം 61% പോപ്പുലേഷനും മൈൽഡ് ഓർ ക്രോണിക് ലോൺലെസ്സിന്റെ ഇരകളാണ്. ലോകം അതിവേഗം ബഹുദൂരം ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യ നിലകൾ താഴേക്കും. വിജയ് സൂപ്പറും പൗർണമിയിലും പറയുന്നത് പോലെ ഇന്നത്തെ കാലത്ത് കേൾക്കാൻ ഒരാളെ കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല. ഒരു ചെറിയ ജലദോഷത്തിന് പോലും മാറി മാറി ആശുപത്രികളിൽ കയറുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരം പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. ഓടാനും ചാടാനും ചിന്തിക്കാനും ഒക്കെ നമ്മുടെ ശരീരം മാത്രം പോരാ, മനസ്സും വേണം. മെന്റൽ ഹെൽത്ത് is important as your physical health.